മാടായി കോഴി ബസാർ മത്സ്യമാർക്കറ്റിന് സമീപം റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് തള്ളിയത്. പ്രദേശത്ത് CCTV സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാടായി കോഴി ബസാർ മത്സ്യമാർക്കറ്റിന് സമീപം റോഡരികിലൂടെ മൂക്കുപൊത്താതെ നടന്നുപോകാനാവില്ല. ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. പഴയ തുണികളും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുമാണ് കൂടുതലായും ഉള്ളത്. പ്രഭാത സവാരിക്ക് പോകുന്നവരും മറ്റിടങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ എത്തുന്നവരുമാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായാണ് തോടുമുള്ളത്. മഴക്കാലം എത്തുമ്പോൾ മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുകി പലയിടങ്ങളിലും എത്തും. ഇത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും കാരണമായേക്കാം. ഫോൺ, വൈദ്യുതി ബില്ലുകൾ ഉൾപ്പെടെ തള്ളിയ മാലിന്യങ്ങൾക്കൊപ്പമുണ്ട്. അധികൃതർ ഇടപെടുകയാണെങ്കിൽ തുടരെ ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനാവും. സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. മഴയെല്ലാം വരാൻ പോകുന്നു, അപ്പോൾ വൃത്തിയാക്കേണ്ട ടൈം ഇതെല്ലാം ആയി. പിന്നെ ഹരിതകർമ്മസേനയെല്ലാം ഉണ്ട്, എല്ലാ വീട്ടിലും വന്നിട്ടെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ടും ഇതെല്ലാം വീട്ടിലെ വേസ്റ്റാണ് കാണുന്നത്. മറ്റേ ഇത് നമ്മളെ ഹോട്ടലിലെ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കാണുന്നത്. പഞ്ചായത്ത് ഇത് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. ഇനി ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണം. ഇത് ഒരു ഒവുചാലുണ്ട്, ഇതിൽ കണ്ടമാനം മഴക്ക് നല്ലവണ്ണം വെള്ളം പോകുന്ന സ്ഥലമാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡരികിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അധികൃതർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.